ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നൽമൊഴികളിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെ. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സീദോൻ്റെയും സോരിൻ്റെയും അതിർ നാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ കടന്നു. ആരും അറിയരുത് എന്നിച്ഛിച്ചു എങ്കിലും മറഞ്ഞിരിപ്പാൻ സാധിച്ചില്ല. ഇവിടെ നാം കാണുന്നത് യേശു കർത്താവ് ശിഷ്യന്മാരുമായി സഞ്ചാരത്തിലാണ്. അവിടെ സീദോൻ്റെയും സോരിൻ്റെയും അതിർ നാട്, അവിടെ ഒരു വീട്ടിൽ യേശു കർത്താവ് വരുന്നതായി നാം കാണുന്നു. അവിടെ ആരും അറിയരുത് എന്ന് ഇച്ഛിച്ചെങ്കിലും അനേകം ആളുകൾ അവിടെ വന്നുകൂടുന്നതായി നാം വായിക്കുന്നു. യേശു കർത്താവ് ചെയ്ത അത്ഭുത പ്രവർത്തികളും രോഗശാന്തികളും കേട്ടറിഞ്ഞ് അനേകം ആളുകൾ യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നതായി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അശുദ്ധ ആത്മാവ് ബാധിച്ച ചെറിയ മകൾ ഉള്ളൊരു സ്ത്രീ അവൻ്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവൻ്റെ കാൽക്കൽ വീണു എന്ന് നാം വായിക്കുന്നു. അവൾ സുറഫോയിനിക്യ ജാതിയിലുള്ള ഒരു യവന സ്ത്രീയായിരുന്നു. തൻ്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചതായി 25-ാം വാക്യത്തിലും 26-ാം വാക്യത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ നാം നോക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, യേശു കർത്താവിൻ്റെ അടുക്കൽ വരുന്നതായ ഈ സ്ത്രീ ഒരു യവന സ്ത്രീ ആയിരുന്നു. യവന സ്ത്രീ എന്ന് പറഞ്ഞാൽ അന്യജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു എന്ന് നാം കാണുന്നു. നമ്മൾ യഹൂദന്മാരുടെ വിശുദ്ധിയും അശുദ്ധിയുമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, യഹൂദന്മാരുടെ സ്വഭാവം പലപ്പോഴും അന്യജാതിയിൽപ്പെട്ട ആളുകളോട് വളരെ മോശമായിരുന്നു എന്ന് നാം ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവർക്ക് വിശുദ്ധമായതും അശുദ്ധമായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്യജാതിയിലുള്ളവരെ അവർ അശുദ്ധരായി കണ്ടിരുന്നത് കൊണ്ട് അവരുമായി സംസർഗം വെക്കുകയോ അവരോട് സ്നേഹബന്ധത്തിലായിരിക്കുകയോ ദയയോ മനസ്സലിവോ കാണിക്കാതെയോ ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അവർക്ക് എന്ന് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഈ സ്ത്രീ വന്ന് ഒരു യഹൂദനായ യേശു കർത്താവിൻ്റെ കാൽക്കൽ വീഴുന്നതായാണ് നമ്മൾ വായിക്കുന്നത്. ഒരു പക്ഷേ ഈ സ്ത്രീയും യഹൂദന്മാരുടെ സ്വഭാവം അനുഭവിച്ചിട്ടുള്ള ഒരു സ്ത്രീ ആയിരിക്കാം. പലപ്പോഴും സമൂഹത്തിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീ ആയിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ട്രഡീഷണൽ ബാരിയേഴ്സൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഈ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വരുന്നതും അവൻ്റെ കാൽക്കൽ വീഴുന്നതും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തിനാണ് ഈ സ്ത്രീ യേശുവിൻ്റെ കാൽക്കൽ വീഴുന്നത്? എന്താണ് ഈ സ്ത്രീക്ക് വേണ്ടത്? അവളുടെ ചെറിയ മകൾ അശുദ്ധാത്മാവ് ബാധിച്ച് ഇരിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. അപ്പോൾ അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരമുള്ള ഒരാളാണ് ഈ യേശു എന്ന് ഒരുപക്ഷെ അവൾ കേട്ടിരിക്കാം. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ലേഡി വാസ് ഹാവിങ് ഹോപ്പ് ഇൻ മിഡ്സ്റ്റ് ഓഫ് ഹെർ ഹെൽപ്ലെസ്നെസ്. അതായത് അവളുടെ നിസ്സഹായ അവസ്ഥയിലും അവൾക്ക് ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു. പലപ്പോഴും നാം നിരാശരായി ഇരിക്കുന്ന അവസ്ഥകളുണ്ട്, നിസ്സഹായരായി ഇരിക്കുന്നതായിട്ടുള്ള അവസ്ഥകളുണ്ട്. എന്നാൽ ആ അവസ്ഥയിൽ ദൈവത്തിൽ ആശ്രയിക്കുവാനോ അല്ലെങ്കിൽ ഒരു പ്രത്യാശ, ഒരു ഹോപ്പ് ഉണ്ടാകുവാനോ നമുക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ടോ? ഈ സ്ത്രീക്ക് യേശുവിൽ വിശ്വാസമുണ്ടായിരുന്നു. അവളുടെ ട്രഡീഷണൽ ബാരിയേഴ്സ് ബ്രേക്ക് ചെയ്ത് യേശുവിൻ്റെ കാൽക്കൽ വീണ് അപേക്ഷിക്കുവാൻ അവൾ മനസ്സ് കാണിച്ചെങ്കിൽ ഷീ വാസ് ഹാവിങ് ഹോപ്പ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. അവൾ കേട്ടറിഞ്ഞതായിട്ടുള്ള, മറ്റുള്ളവരിൽ നിന്ന് അറിഞ്ഞതായിട്ടുള്ള ഈ യേശുവിന് സൗഖ്യം നൽകി കൊടുക്കുവാൻ കഴിയുമെന്ന് അവൾ വിശ്വസിച്ചു. 27-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യേശു അവളോട്, മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറച്ച് ഹാർഷായിട്ടുള്ള
വാക്കുകളായി നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും. യേശു കർത്താവ് പറയുന്നത് എന്താണ്? മക്കൾക്ക് തൃപ്തി വരട്ടെ. നമുക്കറിയാം, ഇവിടെ യേശു കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇസ്രായേലിലെ യഹൂദന്മാരെക്കുറിച്ചാണ് യേശു കർത്താവ് മക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി നമുക്കറിയാം. മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുക. അതായത് അന്യജാതികൾ ഉള്ള ആളുകളെ യേശു കർത്താവ് ചെറുനായ്ക്കൾ എന്നാണ് വിളിച്ചത്. ചില വേദപണ്ഡിതന്മാർ ഇപ്രകാരം അഭിപ്രായപ്പെടുന്നു: യേശു കർത്താവിന് അവൻ്റെ ചുറ്റുമുള്ളവർക്ക് ഈ സ്ത്രീയുടെ വിശ്വാസം കാണിച്ചു കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നു. അതിനാലാണ് യേശു കർത്താവ് അങ്ങനെ പറഞ്ഞത് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: അവൾ അവനോട്, അതേ കർത്താവേ, ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പനുറുക്കുകളെ തിന്നുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അവിടെ ഈ സ്ത്രീ യേശു കർത്താവിനോട് മറുപടി പറയുകയാണ്, ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പനുറുക്കുകളെ തിന്നുന്നുവല്ലോ എന്ന് ഈ സ്ത്രീ യേശു കർത്താവിനോട് പറയുന്നു. ഷീ സ്റ്റിക്സ് വിത്ത് ജീസസ് ആൻഡ് നോട്ട് റെഡി ടു ലീവ് ഹിം. യേശു ക്രിസ്തുവിനോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരവസ്ഥ. എന്തു പറഞ്ഞാലും ഞാൻ നിന്നെ വിട്ടുപോകുകയില്ല എന്നുള്ള ഒരു ദൃഢമായ മനോഭാവമാണ് നാം ഇവിടെ കാണുന്നത്. ഈ സ്ത്രീ യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന് കാൽക്കൽ വീണുവെങ്കിൽ അനേകം ട്രഡീഷണൽ ബാരിയേഴ്സ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ജീസസ് മൈറ്റ് വാണ്ട് ഹർ ടു ബി സ്ട്രോങ്ങർ ഓർ ടെസ്റ്റ് ഹർ വൺസ് അഗെയിൻ ടു സീ വെദർ ഷി വാസ് സ്ട്രോങ് ഇനഫ്. അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നത്, കൂടെ ആയിരുന്ന ആളുകൾക്ക് ഇവളുടെ വിശ്വാസം കാണിച്ചു കൊടുക്കണം എന്ന ഉദ്ദേശത്തോടെ ആയിരിക്കാം യേശു കർത്താവ് അങ്ങനെ റെസ്പോണ്ട് ചെയ്തത്. എന്നാൽ അവളുടെ മറുപടിയിൽ നാം കാണുന്നു യേശു കർത്താവിൽ ആശ്രയം വെച്ചിരിക്കുകയും അവനെ വിട്ടുപിരിയുവാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്ത ഒരവസ്ഥയാണ് നാം കാണുന്നത്. 29-ാം വാക്യത്തിൽ നാം കാണുന്നത്: ഈ വാക്ക് നിമിത്തം പൊയ്ക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് യേശു കർത്താവ് പറയുന്നത് നാം കാണുന്നു. ജീസസ് ക്രൈസ്റ്റ് ആക്ട്സ് അപ്പോൺ ഹെർ സിറ്റുവേഷൻ. യേശു കർത്താവ് അവളുടെ അവസ്ഥയിൽ പ്രവർത്തിക്കുന്നു. 30-ാം വാക്യത്തിൽ നാം കാണുന്നു: അവൾ വീട്ടിൽ വന്നാറെ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു. ഹെർ ചൈൽഡ് വാസ് ഹീൽഡ് ബൈ ഹെർ ഫെയ്ത്ത്. ആ സ്ത്രീയുടെ വിശ്വാസം മൂലം അവളുടെ കുഞ്ഞിന് സൗഖ്യം വന്നതായി നാം ഇവിടെ കാണുന്നു. വളരെ വേഗത്തിൽ നമ്മുടെ ചിന്ത ക്രോഡീകരിക്കുകയാണ്. ഒന്നാമതായി, വിശ്വാസത്തോടെ കർത്താവിനോട് അപേക്ഷിക്കുന്ന ഒരു അന്യജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയെക്കുറിച്ചാണ് നാം ഇന്ന് പഠിച്ചത്. അവളുടെ വിശ്വാസം ഏറ്റവും വലിയതായിരുന്നു എന്ന് നാം കണ്ടു. ഏത് നിസ്സഹായ അവസ്ഥയിലും നിരാശയുടെ മധ്യത്തിലും അവൾക്ക് പ്രത്യാശ മുറുകെ പറ്റുവാൻ സാധിച്ചു എന്നുള്ളതാണ് നാം കണ്ടത്. നാം പലപ്പോഴും നിസ്സഹായ അവസ്ഥയിൽ, നിരാശയുടെ അവസ്ഥയിൽ ആയിരിക്കുമ്പോൾ യേശു കർത്താവിൽ വിശ്വസിക്കുവാനും നമ്മൾ കേട്ടറിഞ്ഞ അല്ലെങ്കിൽ മനസ്സിലാക്കിയ യേശു കർത്താവിൽ ആശ്രയം വെക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? മൂന്നാമതായി നാം മനസ്സിലാക്കേണ്ട കാര്യം, ജീസസ് ക്രൈസ്റ്റ് ഈസ് ഇനഫ് ടു ഹീൽ യു ആൻഡ് മീ. നമ്മെ സൗഖ്യമാക്കുവാൻ യേശു കർത്താവ് മതിയായവനാണ്. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഏതവസ്ഥയിലും പ്രത്യാശ കൈവിടാതെ നിന്നെ ആശ്രയിച്ച് നിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ജീവിതം നയിപ്പാൻ, മടുത്തുപോകാതെ പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ, നിന്നോട് അപേക്ഷിച്ച് അനുഗ്രഹങ്ങളും കൃപകളും പ്രാപിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.